ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെണ്ടക്കക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരേപോലെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്നെയും നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 8ഓളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് വെണ്ടയ്ക്കയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയും കിടന്നിട്ട് വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് പോകണം. ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് വേറിട്ട് കിട്ടണം കേട്ടോ. ഇപ്പം നമ്മൾ ഇളക്കുന്ന ടൈമിൽ ചെറിയൊരു വഴുവഴുപ്പ് പോലെ നമുക്ക് തോന്നും. പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക വാടി വരുന്ന ടൈമിൽ അതൊക്കെ ഒന്ന് മാറിക്കോളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ഒരു വഴുവഴുപ്പായിരിക്കും. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക എണ്ണയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സവാളയും ആ എണ്ണയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഈ ഒരു ടൈം തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഉണ്ടല്ലോ, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത കഷ്ണങ്ങളൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇതുപോലുള്ള നാടൻ കറികൾക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. വറുക്കാത്ത മല്ലിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ഞാനിവിടെ യൂസ് ചെയ്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എരിവുണ്ടാവില്ല. നിങ്ങളുടേത് എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടുത്തെ തണുപ്പ് കാരണം വെളിച്ചെണ്ണ ഒന്ന് കട്ട പിടിച്ചതാണ് കേട്ടോ. ഇത് ഉരുക്കി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂണോളം കാണും. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി ചൂടായി വരട്ടെ. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ടേക്ക് സവാളയുടെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു സവാളയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് നിങ്ങൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ 5 6 ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു 3 കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കശുവണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ വലുതായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു തേങ്ങയും തക്കാളി ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അത്രേ വേണ്ടൂ. ഈ ഒരു തേങ്ങ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആ ഒരു തേങ്ങയുടെയൊക്കെ ചൂടൊന്ന് മാറിയപ്പോൾ അരച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഈ ഒരു ടൈം വെച്ചിട്ട് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അരപ്പ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഈ ഒരു അരപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ്. അപ്പോൾ കൂടുതലും നല്ലത് ഈ ഒരു അരപ്പ് ചേർത്ത് വെക്കുന്നത് തന്നെയാണ്. പിന്നെ ഇത് ചോറിനേക്കാളും ടേസ്റ്റ് തോന്നിട്ടുള്ളത് പുട്ടിന് പിന്നെ ചപ്പാത്തിക്കൊക്കെയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു ടൈം കറി കൊഴുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈം ഉപ്പ് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു അരപ്പ് ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാവുന്നതാണ്, ഞാൻ ഇതിലോട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വാട്ടിയെടുത്തത് വെളിച്ചെണ്ണയിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടുന്ന ടൈമിൽ അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ, അതായത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു നോൺ വെജ് കറീൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി വെണ്ടയ്ക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.